അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാമ്പ് വെണ്ടർമാർക്ക് മുദ്രപത്രങ്ങൾക്ക് അമിതവില ഈടാക്കുന്നതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ശക്തമായ ഇടപെടൽ നടത്തി. പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വെണ്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ AH, വർക്കിംഗ് പ്രസിഡന്റ് ഷിഹാബ് AM എന്നിവർ വടക്കാഞ്ചേരി ജില്ലാ ട്രഷറി ഓഫീസർക്ക് പരാതി നൽകി. ചില വെണ്ടർമാർ മുദ്രപത്രത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ പൈസ വാങ്ങുന്നതായിട്ട് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സ്റ്റാമ്പ് ഡെപ്പോ ഓഫീസർക്ക് പരാതി നൽകി. അവർ അടുത്ത ദിവസം തന്നെ നമ്മളെ ഹിയറിംഗിൽ വിളിച്ചിരുന്നു. ഹിയറിംഗിന് മൊഴി കൊടുത്തു. തൃശൂർ ജില്ലയിൽ മുദ്രപത്രങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചതിലും അധിക വില ഈടാക്കുന്ന സ്റ്റാമ്പ് വെണ്ടർമാർക്കെതിരെ കർശന നടപടി. പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ പരാതിയിലാണ് ജില്ലാ ട്രഷറി അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടായത്. അമിതവില ഈടാക്കിയാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മുദ്രപത്രങ്ങൾക്ക് അമിതവില ഈടാക്കുന്ന വെണ്ടർമാർക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ ട്രഷറി ഓഫീസർക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹസൻ AH, വർക്കിംഗ് പ്രസിഡന്റ് ഷിഹാബ് AM വടക്കാഞ്ചേരി എന്നിവരാണ് പരാതിക്ക് നേതൃത്വം നൽകിയത്. പരാതിയെ തുടർന്ന് സ്റ്റാമ്പ് ഡിപ്പോ ഓഫീസർ വിനീത നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടി ആരംഭിച്ചു. കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ നിശ്ചയിച്ച വിലയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ലെന്നും ഓരോ വെണ്ടർമാരുടെയും സ്ഥാപനത്തിന് മുന്നിൽ വിലവിവര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകി. നിയമലംഘനം തുടരുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ട്രഷറി വിഭാഗം അറിയിച്ചു. ഇവിടെ തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള ഒരു വെണ്ടറുടെ കയ്യിൽ നിന്ന് ഞാൻ സ്റ്റാമ്പ് മേടിക്കാൻ പോയി. സ്റ്റാമ്പ് നമ്മൾ 4 സ്റ്റാമ്പ് പേപ്പർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല, നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം പൈസ നമ്മൾ കൊടുത്ത് ഏൽപ്പിച്ച് അവരെ സൗകര്യത്തിന് നമ്മൾ പോയിട്ട് അവരെ സൗകര്യത്തിന് നമ്മൾ മേടിക്കണം. അപ്പോൾ ഞാനത് എന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു സ്റ്റാമ്പിന് അവർ 100 രൂപയുടെ സ്റ്റാമ്പിന് 110, 200 രൂപയുടെ സ്റ്റാമ്പിന് 210, അതേപോലെ ഓരോ സ്റ്റാമ്പിനും ആ വിലയേക്കാൾ കൂടുതൽ 10 രൂപ അധികം മേടിക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് ഒരു തൃശ്ശൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ മൊത്തം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാ വെണ്ടർമാരും ഇല്ല, ചില വെണ്ടർമാർ അമിതമായി പൈസ ഈ കേരളത്തിൽ മൊത്തം ഈടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്കും മറ്റുള്ള അധികാരികൾക്കും പരാതി അയക്കാൻ വേണ്ടി നമ്മളടുത്ത ഇതിലേക്ക് നിൽക്കുകയാണ്.